എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളുടെ തമ്മിൽ കണ്ട പോലെ തന്നെ അച്ചുമോളുടെ കല്യാണത്തലേന്നിൻ്റെ വീഡിയോ ഉണ്ടോ? ആക്ച്വലി വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇത്രയും ചെറിയ വീഡിയോ ആണോ ഞാൻ എടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നേ. കുറേ തിരക്കിലൊക്കെ പോയപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ എൻ്റെ വിചാരം അത്യാവശ്യം ഞാൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നത് സഞ്ജുവിന് ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തലേന്നിൻ്റെ ആൾക്കാരാണല്ലോ. സഞ്ജുവിൻ്റെ എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ റിസപ്ഷൻ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആൾക്ക് കുഴപ്പമില്ലാത്ത ഷർട്ടൊക്കെ എടുത്തു. ഞങ്ങൾ ഏത് പിടിച്ചാലും ബ്ലാക്കിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫൈനലി ഞങ്ങൾ അതൊന്നുമില്ലാത്ത ഏകദേശം ഒരു ബ്ലൂ കളറാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മളെ കല്യാണ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴത്തേന് പുടവ കൊടുക്കൽ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ നേരത്തെയാണ് അവർ പുടവ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 3 മണി സമയപ്പോഴേക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 5 മണി സമയത്തിനേക്കായിരുന്നു കേട്ടോ ടെമ്പിൾ ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ റെഡി ആവാതെയാണ് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ടെമ്പിൾ ഷൂട്ടും പോകാൻ വേണ്ടിയിട്ട് സെറ്റ് മുണ്ടും സെറ്റ് സാരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. പിന്നെ ഒട്ടും സമയം കളയാതെ ഞാൻ നേരെ റെഡിയാകാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി എനിക്ക് സെറ്റും ഉണ്ട് സാരി ഇങ്ങനത്തെ ഈ വക കാര്യങ്ങളൊന്നും വലിയ ഐഡിയ ഇല്ല, അധികം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സെറ്റും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഡിഗ്രിക്ക് പഠിക്കുന്ന ടൈമിൽ എങ്ങാണ്ട് കൊടുത്തതാണ്. സാരി 1-2 വട്ടം മാക്സിമം ഉടുത്തിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് കൊണ്ട് നടക്കുക എന്നുള്ളത് എനിക്ക് കുറച്ച് പ്രയാസമുള്ളതായിരുന്നു. 2-3 ആൾക്കാരൊക്കെ ചേർന്നിട്ടാണ് എൻ്റെ സെറ്റും മുണ്ടും ഉടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പുളിയിലക്കരയായിരുന്നു. പക്ഷേ നമ്മളുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനും ചിന്നും മാത്രം ടിഷ്യൂ ആണ്. ബാക്കി 3 പേരും പുളിയിലക്കരയാണ് ഉടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു സംഭവം കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇത്ര പേരാണ് കേട്ടോ അച്ചുവിൻ്റെ കൂടെ ടെമ്പിൾ ഷൂട്ടിന് ഉണ്ടായിരുന്ന ആളുകൾ. അപ്പോൾ അവിടെ അടുത്ത് കുറച്ച് ദൂരം ഉണ്ട്, ഒരു അമ്പലത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഡെയിലി പൂജ നടക്കാത്തൊരു അമ്പലമാണെന്ന് തോന്നുന്നു. അവിടെ ആൾക്കാരും കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു കുട്ടി അമ്പലമാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ ക്യാമറ ചേട്ടൻ പറയുന്ന അനുസരിച്ചിട്ടായിരുന്നു കേട്ടോ നമ്മൾ പിന്നെ ഓരോ ചുവടും വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങോട്ട് തിരുന്നു ഇങ്ങോട്ട് തിരുന്നു ഓരോരോ പോസുകളായിട്ട് തന്നെ. ഫുൾ ഫോട്ടോസ് കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. വളരെ കുറച്ച് ഫോട്ടോസ് മാത്രമേ ടെമ്പിൾ ഷൂട്ടിനൊക്കെ കിട്ടിയിട്ടുള്ളൂ. അതെന്തായാലും ലാസ്റ്റ് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ടെമ്പിൾ ഷൂട്ടിനൊക്കെ ആദ്യമായിട്ട് പോവുകയാണ്. എനിക്ക് വലിയ ഐഡിയ കാര്യങ്ങളൊന്നും ഇല്ല. കേട്ട് കേൾവിയും മാത്രമേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ടിൻ്റെ ആയിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. അതിനിട്ട് എനിക്ക് പോകാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ടെമ്പിൾ ഷൂട്ടിന്. അങ്ങനെ കുറച്ച് അത്യാവശ്യം നല്ല അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടിയൊരു അമ്പലമാണ് കേട്ടോ. എവിടെയാണ് സ്ഥലം കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ചെറിയൊരു അമ്പലമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് ആളും ബഹളം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല വൃത്തിക്ക് നമ്മൾ ഇഷ്ടത്തിന് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം വേറൊരു അമ്പലമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റ് ടൈമിലേക്കാണ് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ എൻ്റെ പൊട്ടും പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് പൊട്ടിന് തീരെ പശയില്ലാന്ന് തോന്നുന്നു, പെട്ടെന്ന് പോകുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊരു കുട്ടി പൊട്ടും നമ്മൾ തൊട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു മണിക്കൂറൊന്നും മാക്സിമം 1 മണിക്കൂറിൻ്റെ ഷൂട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നേരെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്കാണോ പോകേണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഡാൻസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം നമ്മൾ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഫോൺ നോക്കിയിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. വീഡിയോസ് കാര്യങ്ങളൊക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ ഷെയർ ചെയ്തിട്ടായിരുന്നു നമ്മൾ കുറച്ച് പേര് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റ് ടൈം ആയപ്പോഴേക്കും പൊന്നൂന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കസിനാണ്. അപ്പോൾ ആൾക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കളിക്കേണ്ട മൂഡും ഉണ്ടായിരുന്നില്ല, ഇൻട്രസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും നമ്മൾ അന്ന് അവിടെ തലേന്ന് നമ്മൾ അവിടെ എത്തി. ടെമ്പിൾ ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പ്ലാൻ ചെയ്ത് നമുക്ക് എന്തായാലും കളിക്കാം, ഉള്ളവർ വെച്ചിട്ട് കളിക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ അപ്പം പ്രാക്ടീസ് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം എന്തായാലും കൊള്ളായിരുന്നു, നല്ലതായിരുന്നു. അങ്ങനെ നമുക്ക് നൈറ്റ് ഡ്രസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗ്രീൻ അല്ലെങ്കിൽ യെല്ലോ, അങ്ങനെ ഡ്രസ് കോഡൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ വളരെ കുറച്ച് പേര് മാത്രമേ അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ എന്തായാലും കോഡ് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഗ്രീനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ ഡാൻസ് ടീം എല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഞാൻ സഞ്ജുവേട്ടൻ സ്റ്റേജിൽ കയറി പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഡാൻസിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെയായിരുന്നു കേട്ടോ പാട്ടും ഉണ്ടായിരുന്നത്. ആദ്യം നമ്മൾ പഠിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഈ പാട്ട് പാടാൻ നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ടൈം ആയപ്പോഴേക്കും വേണ്ട പാടണ്ടെന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എത്തി ഓരോരുത്തർ സ്റ്റേജിൽ കയറി പാടുന്നതൊക്കെ കണ്ടപ്പോൾ അച്ഛനൊക്കെ വരെ കയറി പാടുന്നത് കണ്ടപ്പോൾ ഞാൻ സഞ്ജുവേട്ടനോട് പറഞ്ഞു, സഞ്ജുവേട്ടാ നമുക്ക് എന്തായാലും പാടാം, അതൊക്കെ ഒരു രസമല്ലേ, കൊള്ളായിക്കോട്ടെ, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത് പാടാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കയറി പാടിയിട്ടുണ്ടായിരുന്നു. സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കോപ്പിറൈറ്റ് വരുന്ന ഒരൊറ്റ റീസൺ കൊണ്ടാണ് കേട്ടോ ഇതൊന്നും ഞാൻ പാട്ട് മ്യൂട്ട് ചെയ്ത് വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മളുടെ പിള്ളേരെ ഡാൻസൊക്കെ ഡാൻസല്ലോ തിരുവാതിരയ്ക്ക് ഉണ്ടായിരുന്നു. ഇതിന് ഞാനും പൊന്നും ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ പൊന്നു ലാസ്റ്റ് ടൈം വരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എൻ്റെ കപ്പിള് പൊന്നായതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ തിരുവാതിര കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവർ ഇത്ര പേരായിരുന്നു കേട്ടോ കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ ഡാൻസ്. ഒരു 3-4 പാട്ട് ഞങ്ങൾ എഡിറ്റ് ചെയ്തിട്ടായിരുന്നു ഡാൻസ് വെച്ചിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി പ്രാക്ടീസിൻ്റെ നല്ല കുറവിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇതൊക്കെയല്ല ഒരു രസമല്ലേ, നമ്മളെ കല്യാണത്തലേന്ന് ഇങ്ങനെയൊക്കെയല്ലേ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കളിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ.
മറ്റേ പൊട്ടുകുത്തിടി കുറുവ ചുറ്റടി അങ്ങനത്തെ പാട്ടൊക്കെ ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. സംഭവം നന്നായിട്ടുണ്ട്. കോപ്പിറൈറ്റ് വരും കേട്ടോ. അതൊക്കെ നല്ല രസമാണ് പാട്ടൊക്കെ ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര രസമായിട്ട് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ പ്രാക്ടീസിൻ്റെ കുറവ് മൂലമുള്ള ചില പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. വേറെ കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അച്ചുമോളുടെ ഫ്രണ്ട്സിൻ്റെ ഡാൻസും കുറേ കുട്ടികളുടെ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കണ്ടിട്ടാണ് നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ കുറച്ചൊരു ടൈം കിട്ടിയ സമയത്താണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനും പോയിട്ടുണ്ടായിരുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു ഈ ഡാൻസും പാട്ടൊക്കെ ആയതുകൊണ്ടായിരിക്കും. അങ്ങനെ വീണ്ടും ഫുഡ് കഴിച്ചതിന് ശേഷം വീണ്ടും പ്രോഗ്രാം നടക്കുന്ന അങ്ങോട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 12:30 സമയത്താണ് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാം കഴിഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ടെമ്പിൾ ഷൂട്ടിന് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ. വേറെ കുറേ ഉണ്ട്, പക്ഷെ അതൊന്നും കിട്ടിയിട്ടില്ല. ഇനിയും അതിടാൻ ലേറ്റ് ആയാൽ വീഡിയോ വളരെ വൈകും ഇടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വെഡിങ് വ്ലോഗായിട്ട് വരുന്നതാണ്. ടാറ്റാ.